Hello friends, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നേരത്തെ ചെയ്ത ഒരു വീഡിയോയുടെ ഫോളോ അപ്പ് വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പാൻ കാർഡ് ഓൺലൈനായിട്ട് 5 മിനിറ്റ് കൊണ്ട് ഇൻസ്റ്റൻറ്റ് പാൻ കാർഡ് എങ്ങനെ എടുക്കാമെന്നൊരു വീഡിയോ ചെയ്തിരുന്നു. വളരെയധികം ആൾക്കാർ കാണുകയും അതേപോലെ വളരെയധികം ആൾക്കാർ പാൻ കാർഡ് എടുക്കുകയും ചെയ്തതാണ് ആ വീഡിയോ കണ്ട് അതിൽ പറഞ്ഞ രീതിയിലൂടെ. നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള സംശയങ്ങളിൽ 1-2 സംശയങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യമായിട്ടുള്ള സംശയം എന്ന് പറയുന്നത്, പാൻ കാർഡ് എടുത്തതിന് ശേഷം ഏതെങ്കിലും സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അപ്സ്റ്റോക്സിലോ സെറോദയിലോ ഒക്കെ അക്കൗണ്ട് എടുക്കാനായിട്ട് നോക്കുമ്പോൾ പാൻ കാർഡ് രജിസ്റ്റേർഡ് അല്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. പാൻ കാർഡ് നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് പാൻ കാർഡ് എടുത്ത് ഏകദേശം 3 മുതൽ 5 ദിവസം വരെ എടുക്കും പാൻ ആക്റ്റീവ് ആവാൻ. അതിനുശേഷം മാത്രമേ ഇത് ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മറ്റ് സൈറ്റുകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച കാര്യം ഇതാണ്, ഈ ഇങ്ങനെ എടുക്കുന്ന പാൻ കാർഡ്, ഈ പാൻ കാർഡ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് പാൻ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലായിട്ട് ഒരു കാർഡ് രൂപത്തിൽ നമ്മൾ നേരത്തെയുള്ള പാൻ കാർഡ് ലഭിക്കുന്ന പോലെ ഒരു കാർഡ് രൂപത്തിൽ നമുക്ക് ലഭിക്കുമോ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ലഭിക്കത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്, ഇതിൽ വേറെ ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. അപ്പോൾ നമുക്ക് PDF ഫോമിൽ മാത്രമാണ് ഈ പാൻ കാർഡ് ലഭിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 രീതിയിൽ അത് കാർഡാക്കി മാറ്റാവുന്നതാണ്. ഒന്നുകിൽ ലാമിനേഷൻ ഷോപ്പിലോ അല്ലെങ്കിൽ കാർഡ് പ്രിന്റിംഗ് ഷോപ്പിലോ, നിങ്ങളുടെ അടുത്തുള്ള കാർഡ് പ്രിന്റിംഗ് ഷോപ്പിലോ ലാമിനേഷൻ ഷോപ്പിലോ കൊടുത്തിട്ട് അതിനൊരു കാർഡാക്കി മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ UTISLൻ്റെ ഒരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് റീപ്രിന്റ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് പാൻ കാർഡ് വീണ്ടും പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ചെയ്ത് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻ റീപ്രിന്റ് ചെയ്യുന്ന ഈ സൈറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ പാൻ റീപ്രിന്റ് ചെയ്യാൻ ട്രൈ ചെയ്യേണ്ടത് കാർഡ് ആക്റ്റീവ് ആയി കഴിഞ്ഞിട്ടാണ്, പാൻ കാർഡ് ആക്റ്റീവ് ആയി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു 5 ദിവസത്തിന് ശേഷം, അതായത് നിങ്ങൾ PDF ആയിട്ട് എടുത്തതിന് ശേഷം ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ പാൻ കാർഡ് എൻട്രി ചെയ്യുന്നത് റീപ്രിന്റ് ചെയ്യുന്നത് ട്രൈ ചെയ്യാവൂ, എങ്കിലേ വർക്ക് ചെയ്യത്തുള്ളൂ. സോ നമ്മൾ ആദ്യം പാൻ കാർഡ് അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത് രണ്ടുമാണ് ഇവിടെ കമ്പൽസറി ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ചുവന്ന സ്റ്റാർ മാർക്ക് അതിന് രണ്ടിനേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് ക്യാപ്ച അടിക്കുക, അത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് എൻട്രി ചെയ്ത് നോക്കാം. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ മന്തും ഇയറും മാത്രം അടിച്ചാൽ മതിയാവും. ഡേറ്റ് അടിക്കേണ്ട, മന്ത് ഇയർ അത് YY ഫോർമാറ്റിൽ അടിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലീസ് വെരിഫൈ യുവർ കോൺടാക്ട് ഡീറ്റെയിൽസ് വരും. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ, അതേപോലെ അഡ്രസ്സ്, പിന്നെ പാനിൻ്റെ നമ്പർ, അത് ചെറിയ രീതിയിൽ ഇടയ്ക്കുള്ളത് സ്റ്റാർ ഇട്ടിട്ട് എഴുതി കാണിക്കും. അവിടെ നമ്മൾ ക്യാപ്ച എൻട്രി ചെയ്യാനുണ്ട്. ക്യാപ്ച എൻട്രി ചെയ്ത് കൊടുത്ത് I hereby കൺഫേം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിക്ലറേഷനുണ്ട്. ആ ഡിക്ലറേഷനും നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് OTP ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ടിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടിക്ക് ചെയ്തതിന് ശേഷമാണ് ഗെറ്റ് ഇറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട്. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. വന്നു, OTP വന്നു. അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വന്നിരിക്കുന്നത് 50 രൂപ അടയ്ക്കാനുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്കാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ UPIയോ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ അങ്ങനെ ഏതെങ്കിലും വഴി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ബാക്കി എന്താണ് വരിക എന്ന് നോക്കാം. ആദ്യം പേയ്മെൻറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ അതുപോലെ ഇമെയിൽ ID എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും പേയ്മെൻറ്റ് ഗേറ്റ് വേ, ഒന്നുകിൽ ബിൽ ഡെസ്ക് ചെയ്യാം അല്ലെങ്കിൽ PayU ചെയ്യാം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് അതിന് ശേഷം കൺഫേം പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്.
ഞാനിപ്പോൾ പേ യു ആണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം അടുത്ത പേജിലേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ്റെ ഗേറ്റ്വേയിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് 3-4 ഓപ്ഷൻസ് ഉപയോഗിച്ച് പേ ചെയ്യാം. ഒന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് തമ്മിലുള്ള വ്യത്യാസം. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ നെറ്റ് ബാങ്കിങ്, UPI, വാലറ്റ്, ഗൂഗിൾ പേ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിനകത്ത് വാലറ്റ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാനായിട്ട് ജസ്റ്റ് എടുത്തപ്പം ITZ ക്യാഷ്, ഫോൺ പേ ഉണ്ട്. ഇത് രണ്ടുമാണ് ഉള്ളത്. ഒന്നുകിൽ നമുക്ക് അതിൽ കൂടെ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ കൂടെ ചെയ്യാം. ഞാനിപ്പോൾ ഗൂഗിൾ പേ സെലക്ട് ചെയ്തു. ഓക്കെ, അതിനകത്ത് നമ്മൾ ഗൂഗിൾ പേ എടുക്കുക. ഓക്കെ, അപ്പോൾ ഗൂഗിൾ പേയിൽ ഞാൻ പേ ചെയ്തു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് കിട്ടിയത്. പാൻ റീപ്രിൻ്റ് ആപ്ലിക്കേഷൻ്റെ റെഫറൻസ് ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ മറ്റു ഡീറ്റെയിൽസും ഉള്ള ഒരു പേജിലേക്ക് വന്നു. അപ്പോൾ അത് റീപ്രിൻ്റ് ചെയ്ത് എൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചു തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാനിവിടെ ഡൗൺലോഡ് റിസിപ്റ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണേൽ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് റിസിപ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നോക്കി. ഓക്കെ, എൻ്റെ സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ എങ്ങനെയാണ് ഫ്രണ്ട്സ് നമുക്ക് പാൻ റീപ്രിൻ്റ് ചെയ്യാവുന്നത്. ഈ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് എല്ലാവരും ഓൺലൈനായിട്ട് ഇൻസ്റ്റൻറ്റ് പാൻ കാർഡ് എടുത്ത എല്ലാവർക്കും ഈ ഓപ്ഷൻ ഉപയോഗിച്ച് 50 രൂപ മാത്രം ചിലവാക്കി കാർഡ് രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് പാൻ കാർഡ് ലഭിക്കുന്നതാണ്. സോ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.